അയക്കപ്പെടുക, ടു സെൻഡ്. അയക്കപ്പെടുന്നതിൻ്റെ ആനന്ദത്തെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ? മത്തായിയുടെ സുവിശേഷത്തിൽ 10-ാം അധ്യായത്തിൽ 1 മുതലുള്ള തിരുവചനത്തിൽ ഈശോ തൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ട ശിഷ്യന്മാരെ പേരെടുത്ത് വിളിച്ച് അയക്കപ്പെടുന്ന ഒരു വചനഭാഗമാണ് നമ്മൾ ധ്യാനിക്കുക. ഇതിൽ ഈശോ അവരോട് വചനത്തിൽ പറയുന്നത്, നിങ്ങൾ രോഗികളെ സുഖപ്പെടുത്തുക, പിശാചുകളെ മോചിപ്പിക്കുക, അവരുടെ ജീവിതത്തിൽ കുറച്ചും കൂടി സമാധാന സ്വസ്ഥതകൾ കൊടുക്കണം. ഈശോ അവരെ അയച്ചത് മുഴുവൻ മറ്റുള്ളവരുടെ ജീവിതങ്ങളിൽ സ്വസ്ഥതയും സമാധാനവും സൗഖ്യവും സന്തോഷവും നൽകാനാണെന്ന് ആ വചനം മുഴുവൻ നമ്മൾ വായിച്ച് ധ്യാനിച്ച് കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും. എന്നാൽ ഈശോ അവിടെ ഒരിക്കലും അയക്കപ്പെട്ടവരെ കുറിച്ച് വചനത്തിൽ പറഞ്ഞിട്ടില്ല. ഈ അയക്കപ്പെട്ടവരുടെ അവസ്ഥ എന്താ, അതിനെക്കുറിച്ച് ധ്യാനിച്ചിട്ടുണ്ടോ? യഥാർത്ഥത്തിൽ അയക്കപ്പെടുന്നതിൻ്റെ ആനന്ദം ഇതാണ്. നമ്മൾ എവിടേക്കാണോ അയക്കപ്പെടുന്നത് അവിടെ സമാധാനവും സ്വസ്ഥതയും സന്തോഷവും സൗഖ്യമുണ്ട്. എന്നാൽ അയക്കപ്പെടുന്ന വ്യക്തിക്ക് ഈ സമാധാനവും സന്തോഷവും സ്വസ്ഥതയും ഉണ്ടാകണമെന്ന് നിർബന്ധമില്ല. ഈശോ 12 ശിഷ്യന്മാരെ അയച്ചു. ഈശോവരയച്ച എല്ലായിടങ്ങളിലും അവർ സുവിശേഷം പ്രഘോഷിച്ചു. എന്നാൽ അവരുടെ ജീവിതങ്ങളിൽ ഉണ്ടായിരുന്നത് മുഴുവൻ സഹനങ്ങളും വേദനകളും സമാധാനക്കേടുകളുമായിരുന്നു. എന്നാൽ അതിൽ ഈ അയക്കപ്പെട്ടതിൻ്റെ ആനന്ദം അവരനുഭവിച്ചത് ക്രിസ്തുവിൻ്റെ സഹനങ്ങളോട് അത് ചേർത്ത് വെച്ചപ്പോഴാണ്. ഈശോയുടെ ജീവിതത്തിൽ നോക്കിയേ, ഈശോയും പിതാവ് അയക്കപ്പെട്ടതാണ്. ഈശോ ഭൂമിയിലേക്ക് വന്നതിന് കുറച്ചും കൂടി സ്വസ്ഥതയിൽ, സമാധാനത്തിൽ, സന്തോഷത്തിൽ, ദൈവാനുഭവത്തിൽ തിരഞ്ഞെടുക്കപ്പെട്ട ജനത ജീവിക്കാൻ വേണ്ടി. എന്നാൽ അവൻ്റെ ജീവിതത്തിൽ ഉണ്ടായത് മുഴുവൻ സമാധാനക്കേടും ഭയവും പീഡനങ്ങളും സഹനങ്ങളുമാണ്. എന്നാൽ അതിലവൻ ആനന്ദം കണ്ടെത്തിയതോ എൻ്റെ ജനത്തെ രക്ഷിക്കാൻ വേണ്ടി അവൻ ആ സ്നേഹത്തെ കാണിച്ചു തന്നുകൊണ്ട്. അയക്കപ്പെടുന്നതിൻ്റെ ആനന്ദം ഇതാണ്. നമ്മൾ സ്വയം സഹിച്ച്, നമ്മൾ സ്വയം പീഡകൾ ഏറ്റെടുത്ത് മറ്റൊരുവൻ്റെ ജീവിതത്തിൽ ആനന്ദവും സന്തോഷവും സമാധാനവും നൽകുമ്പോൾ. നമ്മുടെ ചുറ്റുപാടുകളിൽ ഇത്തരത്തിൽ നമ്മെ തന്നെ കൊടുത്തുകൊണ്ട് എൻ്റെ സഹോദരന്, എൻ്റെ സഹോദരിക്ക്, എൻ്റെ ജീവിത പങ്കാളിക്ക്, എൻ്റെ മക്കൾക്ക് കുറച്ചുകൂടി സമാധാനം, കുറച്ചുകൂടി സന്തോഷം നൽകാൻ നമുക്ക് പറ്റുന്നുണ്ടെങ്കിൽ നമ്മളെല്ലാവരും യഥാർത്ഥത്തിൽ അയക്കപ്പെട്ടവരാണ്. അല്ലെങ്കിൽ നമുക്ക് ഇനിയെങ്കിലും മറ്റുള്ളവരുടെ ജീവിതങ്ങളിൽ സമാധാനം സ്ഥാപിക്കാൻ തക്കവിധം അയക്കപ്പെട്ടവരാകാം.